ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്നേഹസ്വാഗതം. ഈ കാണുന്നത് ശംഖുമുഖം ബീച്ചിൻ്റെ ഫ്രണ്ടിലുള്ള ശംഖുമുഖം ദേവി ടെമ്പിളാണ്. ഞാനിപ്പോൾ ഉള്ളത് ശംഖുമുഖം ബീച്ചിലാണ്. അപ്പോൾ ഇത് ബീച്ച് റോഡാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിൽ കാണുന്ന ശംഖുമുഖം ദേവി ടെമ്പിൾ നമ്മുടെ 108 ദുർഗാ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ്. ഇതിൻ്റെ ചുറ്റുമതിൽ മുഴുവൻ ശംഖുകൾ ഇങ്ങനെ പതിപ്പിച്ചിരിക്കുന്നത് തന്നെ ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ്. ഇവിടുത്തെ ദേവി സമുദ്രത്തിനെ, ശംഖുമുഖം ബീച്ചിനെ അഭിമുഖീകരിച്ചാണ് ഇരിക്കുന്നത്. അത്ര ശക്തിശാലിയായ, അത്രയും ശക്തിവത്തായ ഒരു ദേവിയാണ് ശംഖുമുഖം ദേവി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ മറ്റൊരവസരത്തിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബീച്ചിലേക്ക് പോകുന്ന രണ്ട് വഴികളിലും ചെറുകിട കച്ചവടക്കാർ, അതായത് ബൊമ്മ, അതുപോലുള്ള സാധനങ്ങൾ, ക്ലിപ്സ്, കമ്മലുകൾ, വിവിധ ഇനം ടോയ്സൊക്കെ അടങ്ങിയ കുങ്കുമം, ഇങ്ങനെയൊക്കെ വെച്ച് ധാരാളം കച്ചവടക്കാർ രണ്ട് വഴിയോരങ്ങളിലും ധാരാളമായുണ്ട്. അപ്പോൾ വീക്കെൻഡിലാണെങ്കിൽ ധാരാളം സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. ഇപ്പോൾ വിദേശത്ത് നിന്ന് പോലുമുള്ള ആൾക്കാർ ഇവിടെ വരാറുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ശ്രീ കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത സാഗര കന്യകയാണ്. മത്സ്യകന്യക, ജലകന്യക എന്നൊക്കെ പറയുന്നില്ലേ, അതിമനോഹരമായ ഒരു കാഴ്ചയാണിത്. അപ്പോൾ അതിന് നേരെ കുറച്ച് മാറി ജലകന്യക കാണാൻ ധാരാളം ആൾക്കാർ ഇവിടേക്ക് എത്താറുണ്ട്. അത്യപൂർവമായ ഒരു കലാ വിരുന്ന് തന്നെയാണിത്. അതുപോലെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു മാതൃകാപരമായ ഒരു വിമാനം ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ ഇന്ത്യൻ ആർമിക്കും എല്ലാവർക്കും ഞാൻ മനസ്സിൻ്റെ ഭാഷയിൽ സ്നേഹവും എൻ്റെ സല്യൂട്ടും പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തിരുവനന്തപുരത്തിൽ എങ്ങനെയാണ് നമുക്കിവിടേക്ക് എത്താൻ കഴിയുന്നതെന്ന് പറയാം. തിരുവനന്തപുരത്തിന് പടിഞ്ഞാറ് ഭാഗത്തായാണ് ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരത്തിൻ്റെ അധിപതിയായ ശ്രീ പത്മനാഭസ്വാമിയുടെ ആറാട്ട് കടവ് കൂടിയാണ് നമ്മുടെ ശംഖുമുഖം ബീച്ച്. അപ്പോൾ അത്രയേറെ പ്രശസ്തമായ ബീച്ചാണ് നമ്മുടെ ശംഖുമുഖം ബീച്ച് എന്ന് പറയുന്നത്. തിരുവനന്തപുരം തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും, അതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും, തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഇവിടേക്ക് എത്താവുന്നതാണ്. ഈസ്റ്റ് ഫോർട്ട്, കിഴക്കേ കോട്ടയിൽ നിന്ന് നമുക്ക് ഈ ഭാഗത്തേക്ക് വരാൻ എപ്പോഴും ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വാഹനങ്ങളിലോ അല്ലെങ്കിൽ ബസ്സോ ഒക്കെ നമുക്കിവിടെ ലഭ്യമാണ്. അപ്പോൾ അത്രയേറെ മനോഹരമായൊരു ബീച്ചാണിത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് പിന്നെ ഒരു ഓൾഡ് ഇന്ത്യൻ കോഫി ഹൗസ് കൂടെ ഇവിടെ ഉണ്ട്. അത് പുരാതന കാലത്തിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കോഫി ഹൗസാണ്. അസ്തമന സൂര്യനെ കാണാൻ അത്രയേറെ ഭംഗിയാണ്. നമുക്ക് ഈവനിങ് ടൈമിൽ ഒരു സന്ധ്യാസമയത്ത് വന്നാൽ മാത്രമാണ് ഈ മനോഹാരിത നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ കുതിരസവാരിയും നമുക്ക് നടത്താം. അപ്പോൾ വിനായക ചതുർത്ഥിയൊക്കെ വരുമ്പോൾ ഗണേശ വിഗ്രഹങ്ങൾ ഇവിടെയാണ്, ഈ സമുദ്രത്തിലാണ് നിമജ്ജനം ചെയ്യുന്നത് എന്നൊരു പ്രത്യേകത കൂടി ശംഖുമുഖം ബീച്ചിനുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്തിനെ അറിയുന്നവർക്കെല്ലാം ശംഖുമുഖം ബീച്ച് കോവളം ബീച്ച് പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതും സന്തോഷം പകരുന്നതുമായ കാഴ്ചകളുള്ള സ്ഥലം തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. പിന്നെ കടലിലേക്ക് ഇറങ്ങുന്നതിൽ അധികൃതർ പറയുന്ന സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന അധികൃതർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടതാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും സമുദ്രം വയലൻ്റ് ആകാം. അപ്പോൾ തിരകൾ, വലിയ വലിയ തിരമാലകൾ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് മാത്രമാണ് ഇപ്പോൾ കാണാൻ പെർമിഷൻ ഉള്ളത്. അത് നമ്മളെപ്പോഴും കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരുന്നവർ നമ്മുടെ ജീവൻ ഏറ്റവും വിലപ്പെട്ടതാണല്ലേ. അപ്പോൾ അതുകൊണ്ട് ഏതൊരു എൻജോയ്മെൻറ്റും ചെയ്യുമ്പോൾ കടൽ ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ സ്വന്തം ലൈഫിൻ്റെ പ്രൊട്ടക്ഷൻ കൂടി എടുത്ത് നിശ്ചിത അകലം പാലിച്ച് മാത്രം സമുദ്ര കാഴ്ചകൾ നമ്മൾ ആസ്വദിക്കേണ്ടതാണ് എന്നൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ബീച്ചിലേക്ക് സ്വാഗതം. അത്രയേറെ മനോഹരമായ കാഴ്ചയാണ് ശംഖുമുഖം ബീച്ചിൽ നമ്മൾ പോയി ഇരുന്നാൽ നമ്മുടെ മനസ്സിനും അതുപോലെ തന്നെ ശരീരത്തിനും ലഭിക്കുന്നത്. അപ്പോൾ വീണ്ടും കാണാം ഫ്രണ്ട്സ്.